ഹായ് ഫ്രണ്ട്സ്, ഹോം റെമഡീസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക്. അതിന് മുമ്പായിട്ട് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പൊന്നോണം കൂടി വരവായിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ഓണാശംസകളും. അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം ഏതാണോ അതെടുത്ത് നമ്മുടെ ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിരിക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ് ബാമിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ ടോണർ വെച്ച് ഫേസിൽ ടോണർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ന്യൂട്രിജീനയുടെ പിന്നെ എന്താണ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ന്യൂട്രിജീനയുടെ സൺസ്ക്രീനുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മാറ്റ് ഫിനിഷ് ഉള്ള ഒരു പ്രൈമറാണ്. അത് നമ്മുടെ ഫേസും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ഓണത്തിനല്ലേ നന്നായിട്ട് വിയർക്കും. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മുടെ ഫേസിൽ ഇരിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രൈമർ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മീഡിയം ടോണി എന്ന് പറയുന്ന ഷെയ്ഡിൽ കൺസീലർ എടുത്തിട്ട് നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ബ്യൂട്ടി ബ്ലെൻഡറോ കയ്യോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫൗണ്ടേഷൻ എടുത്ത് ജസ്റ്റ് ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊരു ബ്യൂട്ടി ബ്ലെൻഡർ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ഫേസിൽ മാത്രം അപ്ലൈ ചെയ്താൽ പോരാ. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഡാബ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ മീഡിയം ടോണി എന്ന് പറയുന്ന കൺസീലർ യൂസ് ചെയ്ത് നമ്മുടെ അണ്ടർ ഐ സർക്കിളും അതുപോലെ തന്നെ ഫോർഹെഡ് പിന്നെ നോസിൻ്റെ ബ്രിഡ്ജും ഒക്കെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഐലിഡിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഐ ഷാഡോ ഒക്കെ നന്നായിട്ട് സെറ്റായിട്ടിരിക്കാനായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കോമ്പാക്റ്റ് വന്നിട്ട് ഫേസും അണ്ടറൈയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ലാക്മിയുടെ കോമ്പാക്റ്റ് പൗഡറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ മൊത്തമായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല അണ്ടറൈ സർക്കിൾ മാത്രം വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളായിട്ടും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ ഫൗണ്ടേഷൻ ഇട്ടത് കാരണം ഞാൻ എല്ലായിടവും നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് NYBയുടെ ഐബ്രോ പെൻസിലാണ്. അത് വെച്ചിട്ട് നമ്മുടെ 2 ഐബ്രോസും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂളി ബ്രഷ് എടുത്ത് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അടുത്ത നമ്മൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ നിന്നും നമ്മുടെ ബർഗണ്ടി ആ ഷെയ്ഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 കണ്ണിലും നമുക്കതുപോലെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഗോൾഡ് കളർ എടുത്ത് നമ്മുടെ ഐലിഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ സെറ്റ് സാരിയാണല്ലോ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് 2 കണ്ണിൻ്റെ മീതെയും ഇതേപോലെ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനഡയുടെ കാജലാണ്. അതെടുത്തിട്ട് നമുക്ക് കണ്ണിനകത്തും എഴുതി കൊടുക്കുക. കണ്ണിനകത്ത് മാത്രം ഇത് യൂസ് ചെയ്ത് എഴുതാം. അതിനുശേഷം നമുക്കൊരു ഐലൈനർ ഉപയോഗിച്ച് കണ്ണിന് വെളിയിലായിട്ട് ഐലൈനർ എഴുതാം. അപ്പോൾ അകത്തെ പോളയിലും മുകളിലും താഴെയും നന്നായിട്ടൊന്ന് വാട്ടർ ലൈനിലൊക്കെ നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഐലൈനർ യൂസ് ചെയ്ത് നമ്മുടെ കണ്ണിന് പുറത്തായിട്ട് ഐലൈനർ നമുക്ക് വരയ്ക്കാം.
അപ്പോൾ ഐലൈനറിന് ഞാൻ യൂസ് ചെയ്യുന്നത് NYBയുടെ ഐലൈനറാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കണ്ണിന് മുകളിലും താഴെയും ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഐലൈനർ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഐലൈനർ വരയ്ക്കുന്ന സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ പറയൂ കേട്ടോ, നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല പോലെ ഒന്ന് നല്ല ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് വാലിട്ട് വരച്ച് എഴുതി കൊടുക്കുക. 2 കണ്ണും അതുപോലെ തന്നെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 കണ്ണും എഴുതിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഐലാഷ് കളർ എടുത്ത് നമ്മൾ നന്നായിട്ട് 2 കണ്ണിൻ്റെയും ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഏത് മസ്കാരയാണുള്ളത് അതിടുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മസ്കാരയുടെ ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല, കാരണം അത് കുറേ നാളായി, ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് 2 ഐലാഷസും കേൾ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസ്കാര ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്ലഷാണ്. ബ്ലഷ് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എല്ലാം വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. അതെടുത്തിട്ട് നമ്മുടെ ചീക്ക് ബോൺസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കളഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ ബ്ലഷ് ഇട്ടത് അധികമായി പോവും. അപ്പോൾ 2 ചീക്ക് ബോൺസിൽ നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എടുക്കുവാണ്. അത് നല്ല ഗ്ലിറ്ററി ഷെയ്ഡിട്ടുള്ള ഒരു ഐ ഷാഡോ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മൂക്കിൻ്റെ തുമ്മിലും അതുപോലെ തന്നെ ചീക്ക് ബോൺസിൻ്റെ മുകളിലുമായിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് എടുക്കുക. അതുപോലെ എൻ്റെ ചുണ്ടിൻ്റെ മുകളിലായിട്ടും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടിരിക്കും, നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസിൻ്റെ താഴെയും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐബ്രോസ് നന്നായിട്ട് എടുത്ത് കാണിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറേശ്ശെ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അതെടുത്തിട്ട് നമ്മുടെ ലിപ്സിന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഇടാമെന്ന്. അപ്പോൾ ഞാൻ ഹുദ ബ്യൂട്ടിയുടെ പിങ്ക് ഷെയ്ഡായ അതും കൂടെ എടുത്ത് മിക്സ് ചെയ്തിടുന്നുണ്ട്. ആദ്യം ഞാൻ മിസ് ക്ലെയർ ഇട്ടു, അതിൻ്റെ മേലെ ഹുദ ബ്യൂട്ടിയുടെ പിങ്ക് ഷെയ്ഡും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതിയാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് മേക്കപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഈ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. നാച്ചുറൽ ഫിനിഷ് ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്കിലുമൊക്കെ പെട്ടെന്ന് കൈകൊണ്ട് തന്നെ ഡാബ് ചെയ്ത് നമുക്കതൊന്ന് ഉണക്കാം. ഇനി നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈലും പൊട്ടും മുല്ലപ്പൂവും ജ്വല്ലറിയൊക്കെ ധരിച്ചിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് ധരിച്ചിട്ട് വരാം. ടണ്ടണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് മേക്കപ്പ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ സജഷൻ പറയുക. അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ പറയാൻ മടിക്കരുത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ മാത്രം കാണുക. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം വേണമെന്ന് തന്നെ നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, ഒരു പൗഡറും ഒരു കരിയുമാണ് മാത്രമാണ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഓണം മേക്കപ്പ് ലുക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കത് സിമ്പിളാക്കിയുള്ളൊരു ഓണം മേക്കപ്പ് ലുക്ക് ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ